ഓക്കെ, അബൌട്ട് എ ഫിസിക്കൽ പ്രോസസ് ഓർ ഫിസിക്കൽ ഫിനോമിനൻ. ഫിസിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, പ്രഷർ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി പ്രോസസ് മെഷേർഡ് ആൻഡ് അനലൈസ്ഡ്. ഇപ്പം നമ്മളൊരു റൂം ടെമ്പറേച്ചർ 30 ഡിഗ്രി കൂടി, അപ്പോൾ എന്താണ് ഈ സെൻസർ അത് സെൻസ് ചെയ്യും. ഓക്കെ, ദെൻ അതാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ അത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി അത് പ്രോസസ്സ് ചെയ്യുക, മെഷർ ചെയ്യുക ആൻഡ് അനലൈസ്. അതാണ് ഒരു സെൻസർ ചെയ്യുന്നത്. ദി ടേം ഫിസിക്കൽ പ്രോസസ് യൂസ്ഡ് ഇൻ ദി അബൌട്ട് ഡെഫിനിഷൻ ഓഫ് എ സെൻസർ ക്യാൻ ബി ആൻഡ് റിയൽ വേൾഡ് ഇൻഫോർമേഷൻ ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, ലൈറ്റ്, സൗണ്ട്, മോഷൻ, പൊസിഷൻ, ഫ്ലോ, ഹ്യൂമിഡിറ്റി, okay, radiation, etc. A sensor network is a structure consist of. ഇപ്പോൾ ഒരു സെൻസർ നെറ്റ്വർക്കിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? സെൻസേഴ്സ് ഉണ്ടായിരിക്കും, സെൻസറിങ് ഡിവൈസസ് ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ്സ്. ഓക്കെ, ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് റേഡിയോ, കമ്മ്യൂണിക്കേഷൻ എലിമെൻറ്റ്സ് ഫോർ ദി പർപ്പസ് ഓഫ് എന്തിനൊക്കെയാണ്? റെക്കോർഡ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക ആൻഡ് റിയാക്ടിങ് ടു ആൻ ഇവൻറ്റ് ഓർ ഫിനോമിനൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു റൂം ടെമ്പറേച്ചർ 30 ഡിഗ്രിയിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്താണ് അത് റൂം കൂളാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ഓൺ ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. The event can be related to anything like physical world, an industrial environment, a biological system, or an IT information technology framework. While the controlling or observing the body can be consumer application, government, civil, military, or industrial entity. Okay, then what are wireless sensor networks? A typical sensor network consists of sensors ഉണ്ടായിരിക്കും, controller and a communication system. If the communication system in a sensor network is implemented using an wireless protocol. Okay, അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വയർലെസ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വയർലെസ് സെൻസർ നെറ്റ്വർക്ക്, ഓർ സിംപ്ലി WSN എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഒരു വയർലെസ് സെൻസർ നെറ്റ്വർക്ക്. അതായത് ഇപ്പോൾ ഇതാണ് സെൻസറിങ് നോഡ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ നോഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സെൻസർ നോഡ്സ്. അതാണ് ബേസ് സ്റ്റേഷൻ. അതൊക്കെ ഒരു ബേസ് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. എന്താണ് ബേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ലൊക്കേഷൻ, ഓക്കെ, അപ്പോൾ അവിടുന്ന് ഇവിടെ കുറേ യൂസേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം പിന്നെന്താണ് സെൻസർ നോഡ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ലൊക്കേഷനിൽ വരുന്ന ഇങ്ങനെ കുറേ ബേസ് സ്റ്റേഷൻസ് വരാം. ഓക്കെ, ഒരു ബേസ് സ്റ്റേഷൻ എന്നല്ല, കുറേ. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ലൊക്കേഷനിൽ എന്താണ് ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുക, അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതൊക്കെയാണ് നമ്മളുടെ ഈ ബേസ് സ്റ്റേഷൻ ചെയ്യുന്നത്. ഇപ്പം യൂസറിൻ്റെയും ഈ ഒരു സെൻസർ നോഡിൻ്റെയും ഇടയിലായിട്ടാണ് ആരുണ്ടായിരിക്കുക? ഈ ബേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ബേസ് സ്റ്റേഷൻ, ഇപ്പോൾ ഈ സെൻസറിന് സെൻസ് ചെയ്യുന്ന എല്ലാ ഇൻഫോർമേഷൻസ് യൂസറിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ യൂസറിന് ഉള്ള ഇൻഫോർമേഷൻസൊക്കെ എന്താണ് സെൻസർ, അങ്ങനെ. ഓക്കെ, അതാണ് ഈ ബേസ് സ്റ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, മോർ ദാൻ വൺ ബേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബേസ് സ്റ്റേഷനാണ് നമ്മളുടെ എന്താണ് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൽ എന്താണ് അനാലിസ് ചെയ്യുക, സ്റ്റോറേജ് ചെയ്യുക, മൈനിങ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, എന്ന് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, എലിമെൻറ്റ്സ് ഓഫ് WSN എന്തൊക്കെയാണ്? എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് സെൻസർ നോഡ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. ഓക്കെ, 2 എലിമെൻറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സെൻസർ നോഡും നെറ്റ്വർക്ക് ആർക്കിടെക്ചറും. എന്താണ് സെൻസർ നോഡ് എന്ന് പറയുന്നത്? ഒരു സെൻസർ നോഡിൽ ബേസിക് കമ്പോണൻസ് ആയിട്ടുള്ള പവർ സപ്ലൈ ഉണ്ടായിരിക്കും, ഒരു ബാറ്ററി. ഓക്കെ, പിന്നെ അതുപോലെ സെൻസർ ഉണ്ടായിരിക്കും, പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും, മൈക്രോ കൺട്രോളറോ മൈക്രോ പ്രോസസ്സറോ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ യൂസിങ് റേഡിയോസ്. ഓക്കെ,
ഉണ്ടോ ഒരു ബാറ്ററി, അതാണ് നമ്മളുടെ പവർ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ സെൻസിങ് യൂണിറ്റ്, ഇവിടെ സെൻസർ ഉണ്ടായിരിക്കും, അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സെൻസർ അനലോഗ് സിഗ്നൽ ആയിരിക്കും, അതിനെ ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ADC. ഓക്കെ, പിന്നെ പ്രോസസ്സിങ് യൂണിറ്റ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ്. The sensor collects the analog data from the physical world and an ADC converts this data to digital data. The main processing unit, which is usually a microprocessor or microcontroller, perform an intelligent data processing and manipulation. Okay. Communication system consists of radio system, usually a short range radio for data transmission and reception. Okay. Then അതുപോലെ തന്നെ സെൻസർ നോഡിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ലൈക്ക് പ്രോസസ്സിംഗ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടായിരിക്കും. While all these features, components and elements, a sensor node is responsible for physical world data collection, network analysis, data correlation and fusion of data from others sensor with its own data. നെറ്റ്വർക്ക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. യൂസർ, ബേസ് സ്റ്റേഷൻ, സെൻസർ നോഡ്. ഓക്കെ, കുറേ സെൻസറിങ് നോഡ്സ് ഉണ്ടായിരിക്കും. ദെൻ ബേസ് സ്റ്റേഷൻ, പിന്നെ എന്താണ് അതുവഴി യൂസറിലേക്ക് ഇൻ്റർനെറ്റ് വഴി, ബേസ് സ്റ്റേഷൻ ഇൻ്റർനെറ്റ് വഴി അങ്ങനെ യൂസറിലേക്ക് കണക്ട് ചെയ്തിരിക്കാം. When a large number of sensor nodes are deployed into a large area to cooperatively monitor a physical environment, the networking of these sensor node is equally important. A sensor node in a WSN not only communicates with other sensor node but also with a base station. ഓക്കെ, അപ്പം സെൻസർ നോഡ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതുപോലെ തന്നെ എന്താണ് ബേസ് സ്റ്റേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും യൂസിങ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. The base station sends commands to the sensor node and the sensor node perform the task by collaborating with each other. Okay, അപ്പം ബേസ് സ്റ്റേഷൻ സെൻസർ നോഡിലേക്ക് കമാൻഡ്സ് അയക്കും, ദെൻ സെൻസർ നോഡ് കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. ആഫ്റ്റർ കളക്ടിങ് ദി നെസസറി ഡേറ്റ, സെൻസർ നോഡ് സെൻസ് ഡേറ്റ ബാക്ക് ടു ദി ബേസ് സ്റ്റേഷനിലേക്ക് ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കും. Okay, a base station also acts as a gateway to other network through the internet. Okay, അപ്പം വേറെ ഇൻ്റർനെറ്റിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് സ്റ്റേഷൻ എന്താണ് ഒരു ഗേറ്റ് വേ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ആഫ്റ്റർ റിസീവിംഗ് ദി ഡേറ്റ ഫ്രം ദി സെൻസർ നോഡ്, ബേസ് സ്റ്റേഷൻ പെർഫോംസ് സിമ്പിൾ ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് സെൻഡ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ടു ദി യൂസർ യൂസിങ് ദി ഇൻ്റർനെറ്റ്. If each sensor node is connected to base station, it is also known as single hop network architecture. Although long distance transmission is possible, the energy consumption for communication will be significantly higher than data collection and computation. അപ്പോൾ ഇവിടെ പറയുന്നതാണ് സിംഗിൾ ഹോപ്പ്. അതായത് കുറേ നോട്ട്സ് ഒരു ബേസ് സ്റ്റേഷനിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സിംഗിൾ ഹോപ്പ് എന്നാണ് പറയാം. ഓക്കെ, കുറേ നോട്ട്സ് വൺ ബേസ് സ്റ്റേഷൻ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മൾട്ടി ഹോപ്പ് ഉണ്ട്. മൾട്ടി ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഒരു ബേസ് സ്റ്റേഷൻ പക്ഷേ അവിടെ കുറേ ക്ലസ്റ്റർ ഹെഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, കുറേ നോട്ട്സുകൾ ഒരു നോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, അതാണൊരു ക്ലസ്റ്റർ. മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ ഇതെന്താണ് നമ്മളുടെ ബേസ് സ്റ്റേഷനിലേക്ക്, അതാണ് മൾട്ടി ഹോപ്പ് എന്ന് പറയുന്നത്. ഒരു ബേസ് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്തിരിക്കാം. ഓക്കെ, ഇതാണ് ഒരു ക്ലസ്റ്റർ. അപ്പോൾ നമ്മളുടെ ബേസ് സ്റ്റേഷൻ ഇവിടെ കണ്ടോ കുറേ നോഡ്സ് ക്ലസ്റ്റർ ഹെഡുകൾ ഉണ്ടായിരിക്കും. ഇതിലേക്ക് നമ്മളുടെ ഓരോ ക്ലസ്റ്ററിലേക്കും കുറേ നോഡ്സ് ദെൻ ക്ലസ്റ്റർ ബേസ് സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ഇൻ WSN. നിങ്ങൾ നെറ്റ്വർക്കിംഗ് പഠിച്ചപ്പം ടോപ്പോളജീസ് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സ്റ്റാർ ടോപ്പോളജി, പിന്നെ ട്രീ ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി. ഓക്കെ, ഇത് ഒരു സെൻട്രൽ ഹബ്ബ്. സ്റ്റാർ ടോപ്പോളജി ആകുമ്പം ഒരു സെൻട്രൽ ഹബ്ബ് ഉണ്ടായിരിക്കും, ബാക്കി എല്ലാ നോഡ്സും ഈ സെൻട്രൽ ഹബ്ബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ദെൻ മെഷ് ടോപ്പോളജി എല്ലാ നോഡ്സുമായിട്ട് എന്തായിരിക്കും കണക്ട് ചെയ്തിരിക്കും, അതാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ,
ദെൻ അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് വയർലെസ് സെൻസർ നെറ്റ്വർക്ക്. അപ്പം വയർലെസ് സെൻസർ നെറ്റ്വർക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഒന്ന് സ്റ്റാറ്റിക് ആൻഡ് മൊബൈൽ, ഓക്കെ, ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക്, സിംഗിൾ ബേസ് സ്റ്റേഷൻ ആൻഡ് മൾട്ടി ബേസ് സ്റ്റേഷൻ, സ്റ്റാറ്റിക് ബേസ് സ്റ്റേഷൻ ആൻഡ് മൊബൈൽ ബേസ് സ്റ്റേഷൻ, സിംഗിൾ ഹോപ്പ്, മൾട്ടി ഹോപ്പ്, സെൽഫ് റീകോൺഫിഗറബിൾ ആൻഡ് നോൺ സെൽഫ് റീകോൺഫിഗറബിൾ, പിന്നെ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. അപ്പം സ്റ്റാറ്റിക് ആൻഡ് മൊബൈൽ WS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫിക്സഡ്, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ടായിരിക്കും, മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. അതേസമയം മൊബൈൽ ആകുന്ന സമയത്ത് ആ മൂവ്മെൻറ്റ്, അതാണ് പറയുന്നത്. ഇൻ മെനി ആപ്ലിക്കേഷൻ ഓൾ സെൻസർ നോഡ്സ് ആർ ഫിക്സഡ്, ഓക്കെ, എല്ലാ സെൻസർ നോഡും ഫിക്സഡ് ആയിരിക്കും വിത്തൗട്ട് മൂവ്മെൻറ്റ് ആൻഡ് ദർ ആർ സ്റ്റാറ്റിക് നെറ്റ്വർക്ക്. സം ആപ്ലിക്കേഷൻ എസ്പെഷ്യലി ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ് റിക്വയർ മൊബൈൽ സെൻസർ നോഡ്സ്, ദർ ആർ നോൺ ആസ് മൊബൈൽ നെറ്റ്വർക്ക്സ്. ആനിമൽ മോണിറ്ററിങ്, ഓക്കെ, അതൊക്കെ എന്താണ് മൊബൈൽ വയർലെസ് സെൻസർ നെറ്റ്വർക്കാണ്. ദെൻ ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക്, അതായത് പൊസിഷൻ. ഇൻ ഡിറ്റർമിനിസ്റ്റിക് ദി പൊസിഷൻ ഓഫ് ദി സെൻസർ നോഡ് ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ഫിക്സഡ്. Okay, position of the sensor node is calculated and fixed. The pre-planned deployment of sensor node is possible in only a limited number of applications. In most applications, determining the position of sensor node is not possible due to several factors like harsh environment or hostile operation conditions. Such networks are non-deterministic and require a complex control system. Okay, then single base station and multi base station. അപ്പം നമ്മൾ സിംഗിൾ ഹോപ്പും മൾട്ടി ഹോപ്പും പറഞ്ഞ പോലെ തന്നെയാണ് സിംഗിൾ ബേസും മൾട്ടി ബേസും. ഓക്കെ, ഒരു ബേസ് സ്റ്റേഷൻ ഇൻ സിംഗിൾ ബേസ് സ്റ്റേഷൻ WSN ഓൺലി എ സിംഗിൾ ബേസ് സ്റ്റേഷൻ ഈസ് യൂസ്ഡ്. ഓക്കെ, അത് സെൻസർ നോഡ് ഏരിയൻ്റെ ക്ലോസ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കും. മറ്റേതാണെങ്കിലോ മോർ ദാൻ വൺ എന്തായിരിക്കും ബേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈസ് യൂസ്ഡ് ആൻഡ് സെൻസർ നോഡ് ക്യാൻ ട്രാൻസ്ഫർ ഡേറ്റ ടു ദി ക്ലോസ് ബേസ് സ്റ്റേഷൻ. ഓക്കെ, അപ്പം ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ബേസ് സ്റ്റേഷനിലേക്ക് ആ സെൻസർ നോഡ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് ബേസ് സ്റ്റേഷൻ ആൻഡ് മൊബൈൽ ബേസ് സ്റ്റേഷൻ, അത് നമ്മളുടെ സെൻസറിനോട് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, പിന്നെ സിംഗിൾ ഹോപ്പ് മൾട്ടി ഹോപ്പ് നമ്മൾ പറഞ്ഞു. പിന്നെ സെൽഫ് റീകോൺഫിഗറബിൾ ആൻഡ് നോൺ സെൽഫ് റീകോൺഫിഗറബിൾ. ഓക്കെ, sensor network organize themselves into network and rely on control unit to collect information. In most WSN, sensor nodes are capable of organizing and manipulating organizing and maintaining the connection and work collaboratively with other sensor node to accomplish the task. Homogeneous and heterogeneous, same environment. ഓക്കെ, അതായത് ഇൻ ഹോമോജീനിയസ് WSN all sensor nodes have similar energy consumption, computational power and storage capability. In case of heterogeneous, some sensor node have higher computational power and energy requirements than other, and processing and communication tasks are divided accordingly. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ഏതൊക്കെയാണ്, കുറേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് വയർലെസ് സെൻസർ നെറ്റ്വർക്ക്. ഏതൊക്കെ ഫീൽഡിലാണിത് യൂസ് ചെയ്യുന്നത്? എയർ ട്രാഫിക് കൺട്രോൾ. ഓക്കെ, എയർ ട്രാഫിക് കൺട്രോൾ, ദെൻ ഹീറ്റിംഗ്, വെൻറ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഞാൻ പറഞ്ഞു. പിന്നെ ഇൻഡസ്ട്രി, അസംബ്ലി ലൈൻ, ഓട്ടോമാറ്റിക് സെൻസേഴ്സ്. ഇപ്പം നമ്മളുടെ ഇപ്പം ഡാമിൽ നമ്മളൊരു സെൻസർ, ഇപ്പോൾ ഒരു വെള്ളം ഇത്ര വരെ ഉയർന്നു, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അലാറം അടിക്കുക. ഓക്കെ, അപ്പോൾ സെൻസർ അത് സെൻസ് ചെയ്യും. ഓക്കെ, ദെൻ അലാം സെൻഡ് ചെയ്യും, നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യും. ഓക്കെ, ദെൻ ബാറ്റിൽ ഫീൽഡ്, ഓക്കെ, യുദ്ധത്തിലൊക്കെ അതേപോലെ തന്നെ യൂസ് ചെയ്യാം. ദെൻ ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇങ്ങനെ കുറേ ഉണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, എർത്ത് കേക്ക് ഡിറ്റക്ഷൻ, എന്താണ് ഇലക്ട്രിസിറ്റി ലോഡ് മാനേജ്മെൻറ്റ്, ഓക്കെ, എക്സെട്ര. പേഴ്സണൽ ഹെൽത്ത് സെക്യൂരിറ്റി സിസ്റ്റം, സുനാമി അലേർട്ട് സിസ്റ്റം, വെതർ സെൻസിങ് ആൻഡ് മോണിറ്ററിങ്. ഓക്കെ, ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ.